ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ പ്രവാസി മലയാളികൾ. കൊള്ള നിരക്ക് ഈടാക്കി സ്വകാര്യ ബസ്സുകൾ. ക്രിസ്മസിന് കേരളത്തിലേക്ക് ട്രെയിനിൽ ടിക്കറ്റുകൾ ലഭ്യമല്ലാതാകുമ്പോൾ നേട്ടമുണ്ടാക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഈ ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് പല മടങ്ങായി ഉയർത്തിയിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ചുള്ള ദിവസങ്ങളിലും ഉയർന്ന നിരക്ക് തന്നെയായിരിക്കും ഈടാക്കുകയെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. പല ട്രാവൽ ഏജൻസികളും തോന്നിയ പോലെയാണ് നിരക്ക് കൂട്ടുന്നത്. ഇരട്ടിയിലധികമാണ് നിരക്ക് വർധന. ക്രിസ്മസ് യാത്രാ തിരക്ക് കൂടുമ്പോൾ പ്രീമിയം തൽക്കാൽ ബുക്കിംഗ് മുഖേന 3 ഇരട്ടി വരെ നിരക്കാണ് ടിക്കറ്റിന് റെയിൽവേ ഈടാക്കുന്നത്. ചെന്നൈയിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കുള്ള തീവണ്ടികളിൽ ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ 1410 രൂപ വരെയാണ് പ്രീമിയം തൽക്കാൽ നിരക്ക്. സാധാരണ സ്ലീപ്പർ ടിക്കറ്റിന് 470 രൂപ ഈടാക്കുന്ന സ്ഥാനത്താണിത്. തേർഡ് എസിയിൽ 1245 രൂപയ്ക്ക് പകരം 3400 രൂപയോളം നൽകണം. ടിക്കറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലായതിനാൽ ഭൂരിഭാഗം പേരും സാധാരണ തത്കാൽ ബുക്കിംഗിന് പകരം ആദ്യം തന്നെ പ്രീമിയം തൽക്കാലിന് ശ്രമിക്കുകയാണ്. ഇതിനാൽ റിസർവേഷൻ പുരോഗമിക്കുന്നതനുസരിച്ച് നിരക്ക് വർദ്ധിക്കുന്ന പ്രീമിയം തൽക്കാലിന്റെ പരമാവധി നിരക്കിലുള്ള ടിക്കറ്റുകൾ വളരെ വേഗം വിറ്റുപോവുകയാണ്. പതിവ് തീവണ്ടികൾ കൂടാതെ ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് പ്രത്യേക സർവീസ് നടത്തുന്ന തീവണ്ടികളിലും പ്രീമിയം തൽക്കാൽ മൂലം 3 ഇരട്ടി നിരക്ക് റെയിൽവേ ഈടാക്കുന്നുണ്ട്. എന്നിട്ടും ട്രെയിനുകളിൽ മതിയായ സീറ്റുകൾ ലഭ്യമല്ല എന്നതാണ് വസ്തുത. മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ യാത്രക്കാരുണ്ടാവുക. വിമാന ടിക്കറ്റ് നിരക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് വൻതോതിൽ ഉയർത്തിയിട്ടുണ്ട്. TCV, തൃശൂർ.